ഹലോ, ഞാൻ റിജി. റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേസ് ഇറ്റ് മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 3 ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ഇന്ത്യ ആൻഡ് LMMCS, ഇന്ത്യ ആൻഡ് CBD, ഇതൊക്കെയാണ് ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക്സ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒരുക്കി എടുത്തതാണ് 2023 നമ്മൾ ആ വീഡിയോ ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നമുക്ക് ചില പ്രത്യേക കാരണം കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കായി. ഇതിപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓൾഡ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. പിന്നെ പ്ലേലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോസും കൂടി വാച്ച് ചെയ്യണം. ആ വീഡിയോസൊക്കെ കുറേ സ്പീഡാണ്, കുറേ വീഡിയോസൊക്കെ. അപ്പോൾ അതും ഒരു കാരണമാണ് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതൊക്കെ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആ വീഡിയോസ് നിങ്ങൾ എന്തായാലും ഉപയോഗപ്പെടുത്തണം എന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു 2.5 മണിക്കൂർ, 2 മണിക്കൂർ, 1.5 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നിങ്ങളത് വാച്ച് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നാഷണൽ പോളിസി ആൻഡ് മാക്രോ ലെവൽ ആക്ഷൻ സ്ട്രാറ്റജി ഓൺ ബയോഡൈവേഴ്സിറ്റി നോക്കാം. നാഷണൽ പോളിസി ആൻഡ് മാക്രോ ലെവൽ ആക്ഷൻ സ്ട്രാറ്റജി ഓൺ ബയോഡൈവേഴ്സിറ്റി. നാഷണൽ പോളിസി ആൻഡ് മാക്രോ ലെവൽ ആക്ഷൻ സ്ട്രാറ്റജി ഓൺ ബയോഡൈവേഴ്സിറ്റി. National Policy and Macro Level Action Strategy on Biodiversity. India has participated in all major international events on environment issues since the Stockholm Conference on Human Environment and Development in 1972. The country has contributed to and ratified several key multilateral agreements on environment issues, including the Convention on Biological Diversity (CBD), pursuant to the CBD, following a widespread consultative processes. A national policy and macro level action strategy on biodiversity was developed in 1999 to consolidate and augment existing strategies and programs relating to biodiversity. India has also enacted the Biological Diversity Act 2002, which was developed through an extensive and intensive consultation process initiated in 1994. India is one of the few countries to have enacted such a legislation. This act primarily aims at giving effect to the previous of the convention, including regulating access to biological resources and associated traditional knowledge, so as to ensure equitable sharing of benefits arising out of their use, in accordance with the previous provisions of the Article 15 of the CBD. In accordance with the provisions of Article 15 of the CBD, the government has also promulgated the Biological Diversity Rules in 2004. The government has also promulgated the Biological Diversity Rules in 2004. അപ്പോൾ നമ്മൾ പറഞ്ഞ നാഷണൽ പോളിസി ആൻഡ് മാക്രോ ലെവൽ ആക്ഷൻ സ്ട്രാറ്റജി ഓൺ ബയോഡൈവേഴ്സിറ്റി നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. അതുപോലെ തന്നെ ക്യാമറ ക്ലാരിറ്റിയും ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ദ നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി NEP 2006. ദ നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി NEP 2006 നോക്കാം. It seeks to achieve balance and harmony between conservation and development. The policy intends to mainstream environmental concerns in all development activities. The dominant theme of this policy is that while conservation of environmental resources is necessary to secure livelihoods and well-being of all, the most secure basis for conservation is to ensure that people dependent on particular resources obtain better
livelihoods from the fact of conservation than from degradation of the resources. The NEP prescribes that human beings are at the center of concerns for sustainable development and they are entitled to a healthy and productive life in harmony with nature. The NEP prescribes that human beings are at the center of concerns for sustainable development and they are entitled to a healthy and productive life in harmony with nature. നമ്മൾ പറഞ്ഞത് നാഷണൽ എൻവയോൺമെന്റ് പോളിസി NEP 2006 ആണ് പറഞ്ഞത്. ക്യാമറ ക്ലാരിറ്റിക്ക് ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്, ദയവേത് ക്ഷമിക്കണം, പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇനി അടുത്തത് ദ നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988. Its principal aim is to ensure environmental stability and maintenance of ecological balance, including atmospheric equilibrium, which are vital for sustenance of all life forms, human, animal, and plant. The derivation of direct economic benefit must be subordinated to this principal aim. The national goal should be to have a minimum of 1/3 of the total land area of the country under forest or tree cover in the hills and in mountainous regions. The aim should be to maintain 2/3 of the area under such a cover in order to prevent erosion and land degradation and to ensure the stability of the fragile ecosystem. അപ്പം നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988 ആണ് നമ്മൾ പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അധികം വന്നിട്ടില്ല. ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള വരുമ്പോഴാണ് കൂടുതലും തെറ്റ് വേണ്ടത്. പിന്നെ ചില സമയത്ത് സാധാരണ വേർഡ്സും തെറ്റിപ്പോവാറുണ്ട്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ദയവേത് സ്പെല്ലിങ്ങിൻ്റെ കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അടുത്തത് ഫോർമേഷൻ ഓഫ് NBAP നോക്കാം. അപ്പോൾ അത് നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഫോർമുലേഷൻ ഓഫ് NBAP. The current phase of graduated economic liberalization in India, which began in 1991, proceeds hand in hand with a sustained process of political decentralization, which aims at devolving works and responsibilities on culturally diverse populations to implement local development plans. Project and program designs for biodiversity conservation need to be predicted on socio-cultural convergence and user harmony. A major concern now is to formulate and implement a National Biodiversity Action Plan (NBAP), taking in view the prevailing threats to biodiversity as well as challenges to the ongoing conservation efforts. The NBAP needs to be consistent with the ecological, social, cultural, and economic mosaic of the country. ഫോർമുലേഷൻ ഓഫ് NBAP നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ടോപ്പിക്സ് ആണ്. അടുത്തത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. കൺസർവേഷൻ പ്രോഗ്രാംസ് ഫോർ സ്പീസീസ് സച്ച് ആസ് ടൈഗർ ആൻഡ് എലഫന്റ് ആൻഡ് സ്പെസിഫിക് സാങ്ച്വറീസ് ഫോർ വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ് ബയോഡൈവേഴ്സിറ്റി ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് so as to strengthen conservation efforts, setting up of zoos, botanical gardens, and captive breeding centers, and also promoting genetic mapping, gene banking, and research activities on SATU conservation are other initiatives. Protected areas are the cornerstones of biodiversity conservation in India, and approximately 4.74% of the total geographical area of the country is already under in SATU conservation of habitats and ecosystems. Environmental protection in India ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇന്നലെ MOEF എന്നാണ് ഇന്നലെയൊക്കെ നമ്മൾ വായിച്ചു പോയത് കഴിഞ്ഞ വീഡിയോയിൽ. ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് തെറ്റുപറ്റിയതാണ്. ഇത് M0EF എന്നാണ് ഇത് പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക. എന്തായാലും M0EF എന്ന് തന്നെ നമ്മൾ പറഞ്ഞു പോയാണ്. അപ്പോൾ നോക്കാം. എനിക്കത് പെട്ടെന്ന് സീറോയും ഓയും അങ്ങ് ചേഞ്ച് ആയി പോയതാണ്. നോക്കാം. M0EF.
At the central government at the central government level, M0EF is the focal. ഞാൻ ഈ ടോപ്പിക്കിന് പ്രത്യേകം ക്ഷമ ചോദിക്കുന്നത് നിങ്ങളോട്. ഇത് എനിക്ക് ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ M0EF ആണോ MOEF ആണോ എന്നുള്ള കാര്യത്തിൽ. കാരണം വേറെ ഒന്നുമല്ല, ഈ MO ആ ഒരു 0 ആണെങ്കിലും O ആണെങ്കിലും ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് ടൈപ്പ് ചെയ്തേക്കുന്നത്, പ്രിൻറ്റിങ്ങിലൊരു ഡിഫറൻസ് ഉണ്ട്. എനിക്കതെന്തോ 0O എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എന്തായാലും നമ്മളെന്തായാലും ഒരു കാര്യം ഞാൻ പറയണം, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കണം. യൂട്യൂബ് ആയതുകൊണ്ട് ചെറിയൊരു സെൻറ്റൻസ്, ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും നമുക്ക് പറയാതെ പറ്റില്ല. നമ്മൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, ഇതുവരെ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പിക്ക് പറഞ്ഞപ്പോഴാണെങ്കിലും തെറ്റുണ്ടെങ്കിൽ, ഈ വീഡിയോയിലാണെങ്കിലും നമ്മൾ പറഞ്ഞതിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. പ്രത്യേകം റിപ്പീറ്റ് ചെയ്ത് പറയണം. അത് നമുക്ക് എന്തോ ഒരു ഡിഫറൻസ് തോന്നി നമ്മൾ ഈ വേർഡ്സ് പറയുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു പോയതാണ്. ഞാൻ എന്തായാലും ഇത് MOEF എന്ന് തന്നെ വായിക്കണം. ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതാണ് എന്നാണ് തോന്നുന്നത്. എന്തോ ഒരു ഡിഫറൻസ് തോന്നിയതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. എന്തായാലും നിങ്ങൾ ക്ഷമിക്കുക ദയവായിട്ട്. എന്തായാലും നമ്മൾ ഈ MOEF എന്ന് തന്നെ പറയണം. അതാണ് കംഫർട്ടബിൾ. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് തോന്നിയതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് വീഡിയോ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരെയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ, ക്യാമറയുടെ ക്ലാരിറ്റി പോയി. എന്തായാലും നമുക്ക് ഈ MOEF എന്നുള്ള പറയാൻ ഭാഗ്യമില്ല. എന്തായാലും ആകത് ഇത്തിരി എന്താ പറയുക, തെറ്റും സംഭവിച്ചു പോയി. അപ്പം എന്തായാലും ദയവേത് ക്ഷമിക്കുക. ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തതിനും നമ്മൾക്ക് പറ്റിപ്പോയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ഈ ടോപ്പിക്ക് നമ്മൾ വീണ്ടും എടുക്കേണ്ടി വരും. പിന്നെ അടുത്തത് വരുന്നത് നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ, NBSAP, എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ, കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്. അപ്പോൾ ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടി ദയവേത് ക്ഷമിക്കുക. നമ്മൾ ഇപ്പോൾ ഈ സ്പോട്ടിൽ പറഞ്ഞ ടോപ്പിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുമാത്രമല്ല വേറെയും ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ദയവേത് ക്ഷമിക്കുക. ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് യൂട്യൂബ് ആയതുകൊണ്ടാണ്. നിങ്ങൾ ദയവേത് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. മിസ്റ്റേക്കുകളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ദയവായിട്ടുള്ള നിങ്ങളുടെ സഹകരണം, ദയവായിട്ടുള്ള നിങ്ങളുടെ എന്താ പറയുക, ക്ഷമിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മെയിനായിട്ട്. വീഡിയോ എന്തായാലും പരമാവധി നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കും. എന്നാലും നമുക്കത് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലും എല്ലാം പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്യണം. പിന്നെ പ്ലേലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്ലേലിസ്റ്റും കൂടി നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുത്തേക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ തന്നെ അത്യാവശ്യം ഉണ്ടാവുള്ളൂ. അത് കൂടാൻ വഴിയില്ല. 12:15 നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 12:45 ആവാറായിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഈ ക്യാമറയുടെ ക്ലാരിറ്റിയുടെ ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കേണ്ടി വരുന്നത്. നമ്മൾ അടുത്ത് തന്നെ വേറൊരു വീഡിയോ ചെയ്യും നമ്മൾ എന്തുതന്നെയാലും. അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം വീഡിയോസൊക്കെ വാച്ച് ചെയ്യാം. CCTക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുക, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട്. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.